Welcome to Superconductivity, Part 2, Meissner Effect. നമുക്കറിയാം ചില സെലക്റ്റഡ് മെറ്റൽസ് എല്ലാ കണ്ടക്ടേഴ്സും സൂപ്പർ കണ്ടക്ടർ ആവില്ല. ചില പ്രത്യേക മെറ്റൽസ് അല്ലെ ചിലതിൻ്റെ അലോയ്സ് അല്ലെ ചിലതിൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നത്, ഇതൊക്കെ സൂപ്പർ കണ്ടക്ടേഴ്സാണ്. സൂപ്പർ കണ്ടക്ടർ ആവണമെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ 0 കെൽവിൻ്റെ അടുത്തൊക്കെ വരണം. ഒരു പ്രത്യേക ടെമ്പറേച്ചറുണ്ട്, അതിൽ താഴെ ആണ് ഇത് സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതിന് ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ല, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് ദി മെറ്റൽ എന്ന് പറയുക, TC. ഇപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ താഴെ ആകുമ്പോൾ ആണ് ഒരു വസ്തു സൂപ്പർ കണ്ടക്ടറായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു മെറ്റൽ എടുത്തിട്ട് ഒരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് സാമ്പിൾ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ അതൊക്കെ കുറച്ച് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആകുമ്പോൾ പെട്ടെന്ന് അതിനകത്തെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പെൽഡ് ആകുന്നതായിട്ട് കാണാം. അതിനകത്തെ ഫീൽഡ് അങ്ങ് 0 ആകും എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് ബിഹേവ് ചെയ്യും. സാധാരണ മെറ്റൽസ് ഒക്കെ മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തി വിടുന്നതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അതിൽ കൂടെ കടന്നു പോകും. പക്ഷേ ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്തുന്ന ആ സമയം ഈ എക്സ്റ്റേണൽ ഫീൽഡ് ഇതിനകത്ത് കൂടെ കടന്നു പോവില്ല. അത് ഈ ഫീൽഡിനെ ഇത് എക്സ്പെൽ ചെയ്യും, അല്ലെ ഇൻസൈഡിലെ ഫീൽഡ് അങ്ങ് 0 ആകും. ഇതാ മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിൽ റൂം ടെമ്പറേച്ചർ എന്തെങ്കിലും ആയിക്കോട്ടെ ആണെങ്കിൽ ഒരു അപ്ലൈഡ് ഫീൽഡ് ഇൻറ്റൻസിറ്റി H ഉള്ള ഒരു വീക്ക് ഫീൽഡ് അത് ഈ സ്പെസിമെനിൽ കൂടെ കടന്നു പോകും. പക്ഷെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്തുന്ന ഉടനെ ഇതിനകത്തെ ഫീൽഡ് അങ്ങ് 0 ആകും. ഈ ഫീൽഡ് ലൈൻസിനെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഇതങ്ങ് എക്സ്പെൽ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലായി മാറി എന്ന അർത്ഥം. ഇതിൽ 2 തരം ഇതിപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറോ അതിൽ താഴെയോ ടെമ്പറേച്ചർ ലോവർ ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറേശ്ശെ കൂട്ടി കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക മാഗ്നറ്റിക് ഫീൽഡ് എത്തുന്നിടം വരെ ഇതിനകത്തെ ഫീൽഡ് 0 ആയിരിക്കും. പക്ഷേ ആ പ്രത്യേക ഫീൽഡ് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിൻ്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി ഡിസ്ട്രോയിഡ് ആകും എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്തൂടെ പെനിട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് ഏത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിൽ നടക്കുന്നു അതിനെ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. അപ്പോൾ ഈ മെയ്സ്നർ എഫക്റ്റ് ഇതിനനുസരിച്ച് സൂപ്പർ കണ്ടക്ടേഴ്സിനെ 2ആയിട്ട് തരം തിരിക്കും. സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് അല്ലെ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ്. അടുത്തത് ടൈപ്പ് 2 അല്ലെ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഇതിൽ ഞാനിപ്പോൾ ടൈപ്പ് 1ൻ്റെ എക്സ്റ്റേണലി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടൽ ആക്സിസിൽ കൂടെ പ്ലോട്ട് ചെയ്യുന്ന H. അപ്പോൾ ഈ അപ്ലൈഡ് ഫീൽഡ് ഇതിനകത്ത് പെനിട്രേറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ഇതിനകത്ത് അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കപ്പെടണം. രണ്ടും കൂടെ ക്യാൻസൽഡ് ആയിട്ടാണ് ഇത് 0 ആകുന്നത്. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റൈസേഷൻ ഇതെടുത്ത് ഏത് ഫീൽഡിൽ വെക്കുന്നോ ആ ഫീൽഡിൽ നിന്ന് ഇതിന് കിട്ടുന്ന മാഗ്നറ്റൈസേഷൻ നെഗറ്റീവായിരിക്കും. എങ്കിലേ ഇത് അപ്ലൈഡ് ഫീൽഡിനെ ഇത് ക്യാൻസൽ ചെയ്ത് 0 ആകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസേഷനാണ്. അതൊക്കെ നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റൈസേഷൻ, സസെപ്റ്റിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഈ H അപ്ലൈഡ് ഫീൽഡ് 0 ആയിരിക്കുമ്പോൾ എമ്മും 0 മാഗ്നറ്റൈസേഷൻ ഇല്ല. ഫീൽഡ് കൂട്ടും തോറും ഇതിനകത്ത് നെഗറ്റീവ് മാഗ്നറ്റൈസേഷനാണ്.
ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലൈഡ് ഫീൽഡിനെ ഇത് ക്യാൻസൽ ചെയ്യും. അത് പ്രൊപ്പോർഷണലായിട്ടാണ് എച്ച് കൂടുന്നതിനനുസരിച്ച് ഇതും കൂടും. ഒരു പ്രത്യേക മാഗ്നറ്റിക് ഫീൽഡ് HC എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മാഗ്നറ്റൈസേഷൻ അങ്ങ് സീറോ ആയിട്ട് പിന്നെ ഏതാണ്ട് കാര്യമായിട്ട് അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകത്തില്ല. മോമെൻ്റ് അങ്ങ് സീറോ ആകും. മോമെൻ്റ് സീറോ ആകുക അതിനെ എതിർക്കുന്ന മാഗ്നറ്റിക് ഫീൽഡായി. മാഗ്നറ്റിക് ഫീൽഡ് എതിർക്കാനുള്ള മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുന്നതായി മാഗ്നറ്റൈസേഷൻ. ആ മാഗ്നറ്റൈസേഷൻ സീറോ ആയി കഴിഞ്ഞാൽ ഈ ഔട്ട്സൈഡ് ഫീൽഡ് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇതിൻ്റെ ഡയമാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അപ്പോൾ HC വരെ ഇത് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലാണ്. അപ്പോൾ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് പെനിട്രേറ്റ് ചെയ്യില്ല. ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒപ്പോസിങ് ഫീൽഡ് ക്യാൻസൽ ചെയ്ത് കളയും. അങ്ങനെ ഈ ഫീൽഡിനെ എക്സ്പെൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പ് 1 സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ, സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതിന് 2 സ്റ്റേറ്റാണ് ഉള്ളത്. ഈ HC ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് HC വരെ ഉള്ള ഈ സ്റ്റേറ്റിനെ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് വിളിക്കും. ആ സമയത്ത് അത് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യും. HC കൂടുതലാണ് അപ്ലൈഡ് ഫീൽഡ് എങ്കിൽ അത് സാധാരണ കണ്ടക്ടറെ പോലെ പെരുമാറും. അതിനെ നോർമൽ സ്റ്റേറ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ അതിന് റെസിസ്റ്റൻസും ഒക്കെ ഉണ്ടാവും. സാധാരണ മെറ്റലിനുള്ള പോലെ അതിന് റെസിസ്റ്റൻസ് ഉണ്ടാവും. സൂപ്പർ കണ്ടക്ടിവിറ്റി നഷ്ടപ്പെടും. ഇതാണ് ടൈപ്പ് 1ൻ്റെ പ്രത്യേകത. ടൈപ്പ് 2 എന്ന് പറയുന്നത് ഇതുപോലെ എമ്മും അപ്ലൈഡ് ഫീൽഡും കൂടെ പ്ലോട്ട് ചെയ്താൽ ഒരു ഫീൽഡ് വരെ, അത് HC1 എന്നിരിക്കട്ടെ, അതുവരെ ഈ ടൈപ്പ് 1ൻ്റെ സ്വഭാവം കാണിക്കും. പിന്നീട് അബ്രപ്റ്റായിട്ട് ടൈപ്പ് 1ൽ HC എന്ന് പറഞ്ഞ ഫീൽഡ് എത്തുമ്പോൾ പെട്ടെന്ന് അങ്ങ് സീറോ ആകുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു കർവായിട്ട് ഇത് കുറഞ്ഞ് സീറോ ആകുക. അപ്പോൾ ഇവിടെ 2 ക്രിട്ടിക്കൽ ഫീൽഡുകളുണ്ട്. ഇത് ടൈപ്പ് 1 ആയിരുന്നെങ്കിൽ അതിന് ഒരു HC ഉണ്ടാവുള്ളായിരുന്നു. ടൈപ്പ് 2 ആകുമ്പോൾ അതിന് 2 ക്രിട്ടിക്കൽ ഫീൽഡുണ്ട്. ഒന്ന് ഈ ലീനിയാരിറ്റി കാണിക്കുന്ന HC1 വരെ. അത് കഴിഞ്ഞ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നോർമൽ കണ്ടക്ടർ ആവുന്ന അപ്ലൈഡ് ഫീൽഡിന് HC2. ഇപ്പോൾ ഇതിന് 3 സ്റ്റേറ്റ് ഉണ്ട്. 3 സ്റ്റേറ്റിൽ ഇത്തരം മെറ്റീരിയൽ എക്സിസ്റ്റ് ചെയ്യും. ഒന്ന് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് അപ് ടു HC1. HC1 മുതൽ HC2 വരെ ഇത് മിക്സഡ് സ്റ്റേറ്റിലാണെന്ന് പറയും. അത് കഴിഞ്ഞാൽ സാധാരണ നോർമൽ സ്റ്റേറ്റ്. അപ്പോൾ ടൈപ്പ് 2 സെമി കണ്ടക്ടർ 3 സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യും. അപ്ലൈഡ് ഫീൽഡിൽ അത് 3 തരത്തിൽ പെരുമാറും. സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ്, മിക്സഡ് സ്റ്റേറ്റ്, നോർമൽ സ്റ്റേറ്റ്. ഈ മിക്സഡ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത റെസിസ്റ്റൻസ് 0 ആയിരിക്കും, പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് പെനിട്രേറ്റ് ചെയ്യും. സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് റെസിസ്റ്റൻസ് 0 ആയ മാഗ്നറ്റിക് ഫീൽഡ് പെനിട്രേറ്റ് ചെയ്യില്ല. അതിനകത്ത് ഫീൽഡ് 0 ആകും. പക്ഷേ മിക്സഡ് സ്റ്റേറ്റിൽ ഫീൽഡ് പെനിട്രേറ്റ് ചെയ്യും, പക്ഷേ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. ഫീൽഡ് സാധാരണ മെറ്റൽ കാണിക്കുന്ന പോലെ ഫീൽഡ് അങ്ങ് പെനിട്രേറ്റ് ചെയ്യും. ഫീൽഡ് അതിൽ കൂടെ കടന്നു പോകും, അതിന് ഉള്ളിൽ കൂടെ. നോർമൽ സ്റ്റേറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ മെറ്റൽ കാണിക്കുന്നില്ല, റെസിസ്റ്റൻസും ഉണ്ട്, ഫീൽഡ് പെനിട്രേഷനും ഉണ്ട്. ഇതാണ് ടൈപ്പ് 2. അപ്പോൾ അത് മെയ്സ്നർ എഫക്റ്റ് ഞാനൊന്ന് പറയുക. വെൻ എ സൂപ്പർ കണ്ടക്റ്റിംഗ് സാമ്പിൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇഫ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് ലോവേർഡ് below the transition temperature, at the transition temperature all the magnetic flux is expelled from the sample. That is, the specimen behaves as a pure diamagnetic
മെറ്റീരിയൽ. ദിസ് ഈസ് മെയ്സ്നർ എഫക്റ്റ്. എന്നിട്ട് ആ ഫിഗർ, ആദ്യം കാണിച്ച ഫിഗർ കൊടുക്കുക. ആ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഇത് അടുത്തത് ടൈപ്പ് 1 സെമി കണ്ടക്ടർ. ടൈപ്പ് 1 സെമി കണ്ടക്ടർ എക്സിബിറ്റ്സ് ഓൺലി 2 സ്റ്റേറ്റ്സ്. സെമിക്കോളൻ ഇട്ടിട്ട് ബിലോ ദി ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓർ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് HC, the it behaves like it exhibits superconducting state, and above HC it behaves as a normal conductor. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്സ് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ആൻഡ് നോർമൽ സ്റ്റേറ്റ്. ടിന്ന്, ലെഡ്, അലൂമിനിയം എക്സെട്ര ഇൻ പ്യുവർ ഫോം എക്സാമ്പിൾസാണ്. ഇതിനുള്ളൊരു ദോഷം, ഇതിൻ്റെ ക്രിട്ടിക്കൽ ഫീൽഡ് HC വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മെറ്റീരിയൽ ഉപയോഗിച്ച് ഒരു സോളിനോയിഡ് വൈൻഡ് ചെയ്തിട്ട് നമുക്ക് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കാൻ പറ്റില്ല. സോളിനോയിഡ് സാധാരണ ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ, പല ആവശ്യങ്ങൾക്ക്. അതിന് ഇത്തരം മെറ്റീരിയൽ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇത് തന്നെ സൃഷ്ടിക്കും. ഇതിൽ കൂടെ സോളിനോയിഡ് കൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഇതിൻ്റെ ക്രിട്ടിക്കൽ ഫീൽഡ് വളരെ കുറവായതുകൊണ്ട് സ്ട്രോങ് ഫീൽഡൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വൈൻഡിങ്ങിന് എണ്ണമൊക്കെ കൂട്ടി ഇത് വെച്ച് സോളിനോയിഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് സൂപ്പർ കണ്ടക്ടർ അല്ലാതായിട്ട് മാറും. അപ്പോൾ ഇതിന് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വളരെ കുറവാണ്. ഇതിനെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും പറയും. ഇൻ ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ ടൈപ്പ് 2 ഈസ് വൺ വിച്ച് എക്സിബിറ്റ്സ് ഇൻ 3 സ്റ്റേറ്റ്സ്, നെയിംലി സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ്, മിക്സഡ് സ്റ്റേറ്റ് ആൻഡ് നോർമൽ സ്റ്റേറ്റ്. The mixed state is resistanceless, but unlike the superconducting state, the magnetic flux penetrates through it. Niobium, tantalum, etc. And by adding or injecting impurities, അലോയ്സ്, ചില സർട്ടൻ അലോയ്സ് എക്സെട്ര, ഇതൊക്കെ ടൈപ്പ് 2 സെമി കണ്ടക്ടേഴ്സാണ്. അപ്പോൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ട് ചില സെലക്റ്റഡ് മെറ്റൽസിലോ ക്രിസ്റ്റൽസിലോ ഒക്കെ നമുക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട് ടൈപ്പ് 2 ഉണ്ടാക്കാം. ഇവിടുത്തെ പ്രത്യേകത, ഈ മിക്സഡ് സ്റ്റേറ്റ് HC2 വരെ, ആ ഗ്രാഫിൽ HC2 വരെ ഇത് റെസിസ്റ്റൻസ് ലെസ്സാണ്, റെസിസ്റ്റൻസ് ഇല്ല. അത് ഓർക്കണം. ഫീൽഡ് പെനിട്രേറ്റ് ചെയ്യും ഈ റീജിയനിൽ, പക്ഷേ റെസിസ്റ്റൻസ് 0യാണ്. ഈ HC2 എന്ന് പറഞ്ഞാൽ താരതമ്യേന നല്ല ഫീൽഡാണ്. ഏതാണ്ട് 10 ടെസ്ലയെ കൂടുതലൊക്കെ ഉള്ള 10 ടെസ്ലയെ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സോളിനോയിഡ് ഒക്കെ ഉണ്ടാക്കാൻ ടൈപ്പ് 2 ആണ് സ്യൂട്ടബിൾ. അപ്പോൾ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിന് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉള്ളത് ഈ ഹെവി മാഗ്നറ്റിക് ഫീൽഡൊക്കെ, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട സന്ദർഭത്തിൽ നമുക്ക് ടൈപ്പ് 2 സെമി കണ്ടക്ടേഴ്സാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയഗ്രാംസ്, ഈ ഗ്രാഫുകൾ വരയ്ക്കണം. ഞാൻ മുമ്പേ വ്യക്തമായിട്ട് കാണിച്ചല്ലോ. ഇത് ടൈപ്പ് 2 റീജിയണൊക്കെ മാർക്ക് ചെയ്തിടണം. സൂപ്പർ കണ്ടക്റ്റിംഗ്, മിക്സഡ് സ്റ്റേറ്റ്, നോർമൽ സ്റ്റേറ്റ്. HC1, HC അത് പ്യുവർ ടൈപ്പ് 1 ആയിരുന്നുവെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഫീൽഡേ ഉണ്ടാവുള്ളായിരുന്നു. HC2 ടൈപ്പ് 2ൻ്റെ. ഇത് ടൈപ്പ് 1ൻ്റെ അബ്രപ്റ്റ് ചേഞ്ചാണ് ക്രിട്ടിക്കൽ ഫീൽഡിൽ ചെല്ലും.
പെട്ടെന്ന് ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാതായിട്ട് ഇത് നോർമൽ കണ്ടക്ടറായിട്ട് മാറും. രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ, സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ആൻഡ് നോർമൽ സ്റ്റേറ്റ്. മറ്റൊരെണ്ണം, വാട്ട് ഡിസ്റ്റിങ്വിഷസ് എ സൂപ്പർ കണ്ടക്ടർ ഫ്രം എ പെർഫെക്റ്റ് ഹൈപ്പോത്തറ്റിക്കൽ കണ്ടക്ടർ? സാധാരണ ടെമ്പറേച്ചറൊക്കെ വളരെ കുറവാണെങ്കിൽ, ടെമ്പറേച്ചർ കുറയുന്നതോടുകൂടി റെസിസ്റ്റൻസ് കുറയും. അബ്സല്യൂട്ട് സീറോ ഒക്കെ എത്തുമ്പോൾ സാധാരണ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഹൈപ്പോത്തറ്റിക്കലായിട്ട് റെസിസ്റ്റൻസ് അങ്ങ് സീറോ ആകുന്ന ഒരു മെറ്റൽ ഉണ്ടെന്നിരിക്കട്ടെ, അതിനെ പെർഫെക്റ്റ് കണ്ടക്ടർ എന്ന് പറയാം. അതിൻ്റെ റെസിസ്റ്റൻസ് അബ്സല്യൂട്ട് സീറോയ്ക്ക് അടുത്ത്, അബ്സല്യൂട്ട് സീറോയിൽ അങ്ങ് സീറോ ആയി എന്ന് ഇരിക്കട്ടെ, പക്ഷേ അത് സൂപ്പർ കണ്ടക്ടർ അല്ല. സൂപ്പർ കണ്ടക്ടർ ആകുന്നത് ചില സെലക്റ്റഡ് മെറ്റീരിയൽ, ചില ചോസൺ മെറ്റീരിയൽസോ അലോയ്സോ ഒക്കെ പറ്റത്തുള്ളൂ. അതതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറും ഒക്കെ ആശ്രയിച്ചിരിക്കും. അതൊക്കെ അതിനകത്ത് ഡീപ്പായിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്കതൊന്നും ഇവിടെ ഇപ്പോൾ ആവശ്യമില്ല തൽക്കാലം. ഇവിടുത്തെ പെർഫെക്റ്റ് കണ്ടക്ടറും സൂപ്പർ കണ്ടക്ടറും തമ്മിലുള്ള വ്യത്യാസം, പെർഫെക്റ്റ് കണ്ടക്ടർ വിൽ നോട്ട് എക്സിബിറ്റ് മെയ്സ്നർ എഫക്റ്റ്. റെസിസ്റ്റൻസ് സീറോ ആണ് പെർഫെക്റ്റ് കണ്ടക്ടറിൻ്റെ, അത് സങ്കല്പമാണ്. പക്ഷേ മെയ്സ്നർ എഫക്റ്റ് ഇത് കാണിക്കില്ല. ഇറ്റ് വിൽ പെനിട്രേറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈവൻ ദോ ഇറ്റ്സ് റെസിസ്റ്റൻസ് ഈസ് റെഡ്യൂസ്ഡ് ടു സീറോ. But superconductor will exhibit Meissner effect up to a limit, limiting temperature or applied magnetic field. കൂടുതൽ കാര്യങ്ങൾ അടുത്ത പോസ്റ്റേഴ്സിൽ വരും. താങ്ക് യു.